പറയും. ഇതാണ് ഉരക്കുഴി എന്ന് പറയും. ഉരക്കുഴി എന്ന് പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളം വന്ന് ചാടിച്ചാടി പാറയ്ക്ക് കംപ്ലീറ്റ് ഉരുള് പോലെ പൊത്ത. അതുകൊണ്ടാണ് ഉരക്കുഴി വെള്ളത്തിന് പേര് വരാൻ കാരണം. 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി ഉയരത്തിൽ ഇപ്പം നമ്മൾ നിൽക്കുന്നു. ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മുകളിൽ കൂടിയല്ല ആദ്യം വെള്ളം ഒഴുകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുള് പോലെ പാറയുടെ പൊത്തിക്കൂടിയെല്ലാം പോയിട്ട് ഏകദേശം 1/2 കിലോമീറ്ററോളം താഴെ ലാസ്റ്റ് പോകുന്നത്. അതിന് ഉദാഹരണം മാത്രമാണ് ആ വളവിൻ്റെ അവിടെ കണ്ടോ, അടുത്തുനിന്ന് വലത്തോട്ടെല്ലാം പതോലുണ്ടോ, പാറയുടെ മുകളിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നില്ല. കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ മുകളിൽ കൂടി ആദ്യം വെള്ളം ഒഴുകി, പാറയുടെ പൊത്തിക്കൂടെ പോയിട്ട് പല ഭാഗത്താണ് ഇത് പൊന്തുന്നത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ പുഴയിലേക്ക് ഇറങ്ങി അഭ്യാസം കാണിച്ച് താഴ്ഭാഗത്തേക്ക് വീണ് പോയാൽ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു വെക്കുള്ള കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ്. പക്ഷെ ഇവിടെ അപകടങ്ങൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാരിവിടെ നിൽക്കുന്നുണ്ട്. ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിപ്പെട്ടില്ല. പക്ഷേ ഈ വെള്ളച്ചാട്ടം പുറംലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സഖാവ് രാജൻ്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അന്നോട്ടാണ് ആളുകളെല്ലാം ഈ പുഴയെല്ലാം കടന്ന് കാട്ടിക്കൂടെ കയറി ആ ചാഞ്ഞിക്കുന്ന മരത്തെ പിടിച്ച് 76 മുതൽ ഇതിൻ്റെ യഥാർത്ഥ താഴ്ഭാഗം കാണാം. അങ്ങനെയാണ് കക്കയോ ഉരക്കുഴി വെള്ളച്ചാട്ടം പുറംലോകം അറിയപ്പെടാൻ തുടങ്ങി. ഈ വെള്ളമാണ് കരിയാത്തുംപാറ തോണിക്കടവിലേക്ക് ഒഴുകിപ്പോകുന്നത്. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. എത്തണമെങ്കിൽ കരിയാത്തുംപാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ പുഴയെക്കൂടെ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായ രീതിയിൽ പാറയെക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറി വന്നാൽ മാത്രമേ അതിൻ്റെ അടിഭാഗത്ത് എത്താനൊക്കെ. ഈ പാലം ഉണ്ടായിരുന്ന പാലത്തക്കര കൃത്യം ഇതിൻ്റെ യഥാർത്ഥ കുഴിയിലേക്ക് വെള്ളം പോകുന്ന കാണാറുണ്ട്. പക്ഷേ ഇത് പൊളിയാൻ കാരണം 2018 പ്രളയ സമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നിട്ടപ്പോൾ പക്ഷേ അണക്കെട്ട് തുറന്നിട്ടു. ആ അണക്കെട്ടിലെ വെള്ളവും കാട്ടിലെ മഴവെള്ളം കൂടി പാലം മൂടി മരത്തിൻ്റെ മുക്കാൽ ഭാഗം അഗാധമായ വെള്ളത്തിൽ തന്നെയാണ് അതുകൂടിയിലേക്ക്. ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യൻ്റെ മുഖത്തായുള്ള പാറ, നെറ്റി, കണ്ണ്, മൂക്ക്, വായു, തടി, ചെവി ഇരുട്ടായി കഴിഞ്ഞാൽ ആ കാട്ടുപൊത്തിന് സെൻ്ററാണ്. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് വിനോദസഞ്ചാരികളെ 5 മണി വരെ മാത്രം ഇവിടെ നിർത്തുള്ളൂ കേട്ടോ. ഓക്കെ, എല്ലാ കാര്യം മനസ്സിലായോ? ഓക്കെ, അവിടെ ആൾക്കാർ നിൽക്കുന്നില്ലേ, അവിടെ നിന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ കിട്ടും. അങ്ങോട്ട് പോയേക്കോ. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. ഏ